അസ്ട്രോളജർ വേണു മഹാദേവ് ജ്യോതിഷ കേരളയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മൾ ആദ്യം തന്നെ എപ്പോഴും പറയുമ്പോൾ ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മളൊരു കുടുംബത്തെ പോലെ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ എല്ലാ സബ്സ്ക്രിപ്ഷനും ലൈക്കും അതുപോലെ തന്നെ ഈ പ്രോത്സാഹനമാണ് നമ്മുടെ ഒരു പ്രചോദനം. അപ്പോൾ നമ്മൾ ഇന്ന് പുതുവർഷം, അതായത് 2026 ജനുവരി ആവുകയാണ്. അപ്പം എല്ലാവരുടെയും ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ വർഷമെങ്കിലും ഇനി നമ്മൾ രക്ഷപ്പെടുമോ എന്നുള്ളതാണ്. ചിങ്ങക്കൂറുകാരുടെ 2026 പുതുവർഷം എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പോൾ 2026 എന്ന് പറയുമ്പോൾ ഇപ്പം നിലവിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴ അനുകൂലമാണെന്നുള്ളൊരു വലിയ ഭാഗ്യമുണ്ട്. എങ്കിൽ പോലും അഷ്ടമത്തിലെ ശനി അത്ര നല്ലതല്ല. പല കാര്യങ്ങളിലും കാലതാമസവും തടസ്സമൊക്കെ വരുത്തുന്നുണ്ടെന്നറിയാം. അപ്പോൾ ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദമാണ് ചിങ്ങക്കൂർ. അപ്പോൾ ഈ മകം, ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ആദ്യത്തെ ഒരു പകുതി ഒരുവിധം കുഴപ്പമില്ലാതെ ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ധനപരമായ കാര്യങ്ങളിൽ വലിയ പ്രശ്നം വരില്ല. കാരണം കടബാധ്യതകളൊക്കെ തീർന്ന് സ്വസ്ഥമായിട്ട് പല വഴിയിൽ ധനം വരാനുള്ള വഴികൾ തെളിയും. അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക്, ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ പറ്റും. ഭാവിയിലേക്കുള്ള നമുക്ക് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ, അതായത് വീട് വാങ്ങിക്കുക, വീട് പുതുക്കുക, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ബിസിനസ്സിൽ പുതിയ രീതിയിലുള്ള എന്തെങ്കിലും ഡെവലപ്മെൻറ്റുകളൊക്കെ നമുക്ക് എടുക്കാം. പുതിയ പാർട്ട്നേഴ്സിനെ സ്വീകരിക്കാം. പുതിയ പദ്ധതികൾ ബിസിനസ്സിൽ ആരംഭിക്കാം. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. പുതിയ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യാനുമുള്ള സ്റ്റാർട്ടപ്പുകൾക്കൊക്കെ ഉള്ള ഒരു നല്ല സമയമാണ്. ഇനി മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിലെ സ്വപ്ന പദ്ധതികളെല്ലാം നടപ്പിലാക്കി അതൊന്ന് റൺ ചെയ്യിച്ചെടുക്കാൻ പറ്റിയ സമയമാണ് സെപ്റ്റംബർ വരെയുള്ള സമയം എന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്. കാരണം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സെപ്റ്റംബർ വരെ, 2026 സെപ്റ്റംബർ വരെ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമാണ്. അത് കഴിഞ്ഞാൽ വ്യാഴം ലാഭസ്ഥാനത്തുനിന്ന് നഷ്ടസ്ഥാനത്തേക്ക് 12ലേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് നമ്മൾ സെക്കൻഡ് ഹാഫ്, 2026 സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു സെപ്റ്റംബർ തൊട്ട് അങ്ങോട്ട് നമ്മൾ ധനപരമായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പുലർത്തണം. അതുപോലെ തന്നെ ആരുടെയും ധന ഇടപാടുകളിൽ, അതായത് ചിട്ടി, അതുപോലെ തന്നെ പാട്ടം, ഇതിനൊക്കെ പോയി ജാമ്യം നിൽക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് നമുക്ക് അതിൽ നിന്ന് അനിഷ്ടം വാങ്ങിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ പോയി നമ്മുടെ സമയവും അതുപോലെ വിലപ്പെട്ട നമ്മുടെ ധനവും ഒക്കെ നഷ്ടപ്പെടുത്തുക. ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഇപ്പോൾ കുറച്ച് അനിഷ്ടമുള്ള സമയമാണ്. പക്ഷേ 2-ാം പകുതി, അതായത് ഒരു സെപ്റ്റംബറിന് ശേഷം ഹെൽത്ത് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് മരുന്നുകൾ കഴിക്കുകയും ഒക്കെ ചെയ്യും. എങ്കിലും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ നമ്മൾ പറയില്ലേ, ഈ ജീവിതശൈലി രോഗങ്ങളെന്ന് പറയും. അതായത് കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, ഇതുപോലുള്ള കാര്യങ്ങളുള്ളവർ നമ്മുടെ ഈ വർഷം ഫുള്ളായിട്ട് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. 2026 ഇത്തരത്തിൽ മൊത്തത്തിലൊരു ശ്രദ്ധ പുലർത്തിയാൽ ഗുണം വരും. അതുപോലെ തന്നെ കർമ്മത്തിലെന്ന് പറഞ്ഞാൽ ജോലിയിൽ കുറച്ച് ശ്രദ്ധയും ജാഗ്രതയും വേണം. അബദ്ധങ്ങൾ വരരുത്. അതുപോലെ തന്നെ നമ്മൾ ജോലിയിൽ ഒന്നുകൂടെ ഉയർച്ച വരാവുന്ന സമയമാണ്. അതിന് നമ്മൾ തന്നെ തടസ്സം ഉണ്ടാക്കരുത്. മറ്റൊന്ന്, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊരു സ്വസ്ഥതയും സമാധാനവും, നമ്മൾ പറയില്ലേ, അകന്നിരുന്നവർ തമ്മിൽ അടുക്കാനുമൊക്കെ ഉള്ള ഒരു സമയം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാൻ, ഇഷ്ടപ്പെട്ടവരകന്നിരുന്നവർ വീണ്ടും അടുക്കാനും അവരുടെ മാനസികമായിട്ട് ഒരു സന്തോഷം നിലനിൽക്കാനും ഒക്കെ ഈ സമയം നല്ലതാണ്. ഇനി ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഇപ്പോഴീ പറയുന്നതെല്ലാം ചാരവശാലുള്ള ഫലം എന്ന് പറയാം. താൽക്കാലികമായ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച്, അതായത് ഇപ്പോൾ വ്യാഴം, നമുക്ക് കഴിഞ്ഞ വ്യാഴമാറ്റം വന്നപ്പം ഈ വരുന്ന സെപ്റ്റംബർ വരെയും നമുക്ക് ഏകദേശം ഒരു ലാഭസ്ഥാനത്ത് 11ലാണ് വ്യാഴം നിൽക്കുന്നത്. അതുപോലെ തന്നെ അഷ്ടമശനിയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇത് നമ്മൾ ഈ വരുന്ന സെപ്റ്റംബർ കഴിയുമ്പോൾ കുറച്ചുകൂടെ മാറുമ്പോൾ അതനുസരിച്ച് ഈ വർഷം, അതായത് 2026 സെപ്റ്റംബർ തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള 6 മാസം വളരെ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതെല്ലാത്തിലുപരി അവരവരുടെ ജാതകം അനുസരിച്ച്, അവരവരുടെ ജാതകം എന്ന് പറയുമ്പോൾ നമ്മുടെ ജാതകത്തിലെ പ്ലാനറ്ററി പൊസിഷൻ നമ്മളെ ഒരു പരിധിവരെ നമ്മളെ ഇതിൽ കൂടുതൽ സ്വാധീനിക്കും.
അപ്പോൾ അതനുസരിച്ച് ഇതിനകത്ത് ഗുണദോഷങ്ങൾ കൂടിയും കുറഞ്ഞും വരാം. അതായത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദശാപഹാരങ്ങൾ ഇപ്പോൾ ഒരു ചിങ്ങക്കൂറുകാരായ മകം പൂരംകാരെ സംബന്ധിച്ച് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ജാതകാൽ നിങ്ങൾക്ക് ബുധദശയിൽ ശുക്രനോ അല്ലെങ്കിൽ ശുക്രദശയിൽ, അതായത് ബുധദശയിൽ ശുക്രാപഹാരം, അതുപോലെ തന്നെ ശുക്രദശയിലെ ബുധാപഹാരം, ഇത് രണ്ടും നിങ്ങൾക്ക് മാരകമാണ്. ആ ദശാപഹാരങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചനയോ ഹോമമൊക്കെ ചെയ്യണം. പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ ജാഗ്രത പുലർത്തണം. സാഹസികമായ കാര്യങ്ങളൊന്നും പോയി ഇടപെടരുത്. അതുപോലെ തന്നെ ഈ ശനി ദശയും നിങ്ങൾക്ക് പൊതുവിൽ അത്ര നല്ലതല്ല. അപ്പോൾ ഇതെല്ലാം കൂടി പരിഗണിക്കണം ജീവിതത്തിൽ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബിസിനസ് എല്ലാം കൊള്ളാമെന്ന് പറഞ്ഞാൽ പോലും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ മീനക്കൂറുകാരുമായിട്ട് ചേർന്ന് കൂട്ട് ബിസിനസ്സോ അതുപോലെ ആത്മാർത്ഥമായ ഇടപെടലോ അവരെ ഒരുപാട് വിശ്വസിച്ചുള്ള നമ്മളെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. മീനക്കൂറെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, പൂരിട്ടാതിയുടെ അവസാനത്തെ പാദവും ഉത്രട്ടാതി രേവതിയും. അപ്പോൾ ഈ ഉത്രട്ടാതി രേവതിക്കാരുമായിട്ട് ചേർന്നൊന്നും ഒരു കാര്യങ്ങളും ചെയ്യരുത്. പൂരിട്ടാതിയുടെ അവസാന നക്ഷത്രക്കാരെ പാദക്കാരെയും സൂക്ഷിക്കണം. അവരുമായിട്ട് ചേർന്ന് അവർ നിങ്ങൾക്ക് ഒരു ദോഷം ചെയ്യില്ല. നിങ്ങളെ കൂറുമായിട്ട് ആ കൂറ് യോജിക്കില്ല, ഇത്രയേ ഉള്ളൂ. അഷ്ടമരാശി കൂറാണ്. അതുപോലെ തന്നെ ആ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം പ്രധാനപ്പെട്ട ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പാടില്ല, വിജയിക്കില്ല. ഇനി അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞായർ ചൊവ്വ ദിവസങ്ങൾ പൊതുവിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവാണ്, കുറേ ഗുണകരമായിട്ട് വരുന്ന ദിവസങ്ങളാണ്. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്ക് പോകുമ്പോഴും ചുവന്ന നിറത്തിലുള്ളൊരു വസ്ത്രമോ അല്ലെങ്കിൽ തുവാലയോ പേനയോ വസ്തുക്കളോ ഒക്കെ കൈവശം ഉണ്ടാകുന്ന ചുവന്ന നിറം ഭാഗ്യം നൽകുന്നതാണ്. മാണിക്യം, പവിഴം ഇതുപോലുള്ള രത്നങ്ങൾ ധരിക്കുന്നത് ഗുണകരമാണ്. ശിവപ്രീതികരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം ചെയ്യണം. ആദിത്യപ്രീതി വേണം. ആദിത്യ നമസ്കാരം, ഉദിച്ചു വരുന്ന ആദിത്യനെ നോക്കി ആദിത്യ ഹൃദയമന്ത്രം ജപിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ യോഗകാരകൻ എന്ന് പറയുന്നത് ചിങ്ങക്കൂറിന് ചൊവ്വയാണ്. അപ്പം സുബ്രഹ്മണ്യ പ്രീതിയും ദേവീ പ്രീതിയും എപ്പോഴും വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂറിൻ്റെ അധിപതിയായ ആദിത്യനെ, ശിവനെ പ്രീതിപ്പെടുത്തി ശിവമന്ത്രങ്ങളൊക്കെ ജപിച്ച് ശിവക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോയാൽ ജീവിതം വിജയിക്കും. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് പൊതുവിൽ വളരെ നല്ലതാണ്. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ, അതുപോലെ സെക്കൻഡ് ഹാഫ് വളരെ ജാഗ്രതയെന്ന് പറയാൻ കാരണം, ഒപ്പം നിൽക്കുന്നവർ, പ്രത്യേകിച്ച് ഈ സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം, അതുപോലെ തന്നെ കലാപ്രവർത്തനം, സെലിബ്രിറ്റികൾ, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം വളരെ ശ്രദ്ധിക്കണം. കൂടെ നിൽക്കുന്നവർ നമുക്ക് അവരിൽ നിന്ന് ചതി വരാതിരിക്കാൻ സൂക്ഷിക്കണം. അവരെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. അതായത് കണ്ണ് അടച്ച് ആരെയും വിശ്വസിക്കരുതെന്നർത്ഥം. അതേസമയം നിങ്ങളെ സംബന്ധിച്ച് പൊതുവിൽ ഈ വർഷം പൊതുവിൽ സന്താനങ്ങളെ കൊണ്ട് ഗുണം വരും. അവർക്ക് നല്ല സമയമാണ്. നിങ്ങളെ ജാതകം കൊണ്ട് അവർക്ക് ഐശ്വര്യവും അനുഗ്രഹവും വരുന്ന വർഷമാണ്. എന്തായാലും ഈ വർഷം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ ചൊരിയട്ടെ. ഹരേ കൃഷ്ണ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. കൺസൾട്ടിങ്ങിനായിരുന്നാലും സംശയങ്ങൾക്കായിരുന്നാലും വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ഈ സബ്സ്ക്രിപ്ഷൻ ലൈക്ക് പ്രത്യേകിച്ച് ചോദിക്കുന്നില്ല, നമുക്ക് നൽകി നമ്മളെ ഈ ഒരു കുടുംബത്തെ പോലുള്ള ഈ മുന്നോട്ടുള്ള യാത്രയിൽ എന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ. ഹരേ കൃഷ്ണ.